കണ്ണൂരിലെ തെരുവുനായശല്യം തടയുന്നതിന് നഗരത്തിൽ 2 ദിവസത്തിനുള്ളിൽ 3 ഷെൽട്ടർ ഹോം സ്ഥാപിക്കാൻ തീരുമാനം. കണ്ടോൺമെന്റ് പരിധിയിൽ ഒരു ഷെൽട്ടർ ഹോം സ്ഥാപിക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 2 ദിവസത്തിനുള്ളിൽ 3 ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിച്ച് അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പിടികൂടി ഇവിടേക്ക് മാറ്റും. കഴിഞ്ഞ ദിവസം നിരവധി പേരെ കടിച്ച തെരുവുനായ മറ്റ് നായ്ക്കളെയും ആക്രമിച്ചിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവയും രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാൻ സാധ്യതയുണ്ടെന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തെരുവുനായ്ക്കളെ പിടികൂടി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റാനും പേവിഷബാധ കുത്തിവയ്പ് നൽകാനും തീരുമാനിച്ചത്. മൃഗസ്നേഹികൾക്ക് ഷെൽട്ടർ ഹോമുകളിലെത്തി ഭക്ഷണം നൽകാവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യം വലിച്ചെറിയുന്നത് കർശനമായി തടയും. ആ മാലിന്യങ്ങൾ അനധികൃതമായി വലിച്ചെറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇപ്പം മനുഷ്യന്മാരെ കടിച്ചു എന്നുള്ള പ്രശ്നം കൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധേയമായത്. അല്ലാതെ നമ്മൾ വലിച്ചെറിയുന്ന അശ്രദ്ധമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ അതാണ്. അപ്പോൾ റെയിൽവേൻ്റെ അധികാരികളുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളുടെ ഈ മാലിന്യങ്ങളും പട്ടികളുടെ ശല്യവും എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇത് ദുരന്ത നിവാരണ നിയമപ്രകാരം അതിൻ്റെ ഒരു ഓർഡർ നമ്മുടെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കും. കളക്ടർ ഈ പരിപാടികൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുകയും മോണിറ്ററിംഗ് നടത്തുകയും ചെയ്യും. ആ നിലക്കുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പൊതുവായി ചർച്ച നടത്തുകയും ഓരോ പ്രദേശത്തെയുള്ള ഗൗരവവും പ്രാധാന്യം അതിൻ്റെ സങ്കീർണതയൊക്കെ ചർച്ച ചെയ്ത്. കണ്ണൂർ നഗരത്തിൽ അടിയന്തരമായി മൃഗഡോക്ടറുടെ സേവനം ലഭ്യമാക്കാൻ പടിയൂർ ABC കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സേവനം ഉപയോഗിക്കും. കേന്ദ്രത്തിന് കീഴിലുള്ള പരിശീലനം ലഭിച്ച പട്ടിപിടുത്തക്കാരെ ഒരാഴ്ച പൂർണ്ണമായും നഗരസഭാ പരിധിയിൽ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ C നിതിൻ രാജ് എന്നിവരും പങ്കെടുത്തു. പ്രൈം 21 കണ്ണൂർ.